പിന്നെന്താ ഉണ്ടാക്കി തരാമല്ലോ, ഉണ്ടാക്കി തരാം കേട്ടോ. ഞാൻ കുമ്പളങ്ങ കഴുകി കുക്കറിൽ ഇട്ടേക്കാണ് കേട്ടോ. അതിനകത്ത് ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതും കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. വെക്കാനുള്ള സാധനങ്ങൾ കേട്ടോ, അത് അരച്ചെടുക്കാനുള്ളതാണ് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പിന്നെ ഇച്ചിരി ഇഞ്ചി വേണമായിരുന്നു, പക്ഷേ ഇഞ്ചി ഇല്ലാണ്ട് ഇവിടെ. പിന്നെ തൈര്, പിന്നെ തേങ്ങ അരച്ച് മൂപ്പിക്കാനുള്ളതാണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക് പൊട്ടിക്കാൻ കടുക്, കറിവേപ്പില, ഉലുവ, പച്ചമുളക്. പിന്നെ മക്കളുള്ളതുകൊണ്ട് എരിവ് കുറച്ചായിട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം. ഓക്കെ, തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈര് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പോഴേക്കും ആ സമയത്ത് കറണ്ട് പോയി കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് അടുത്തത്. അപ്പോൾ ഇച്ചിരി അവിടെ ഇരുട്ടാണ്, അപ്പോൾ നന്നായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. അത് ഞാൻ ഇവിടെ വെച്ച് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി പറയാം. ബാക്കി ആ വീഡിയോസ് കാണാം. ബാ, നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചട്ടി വെക്കാം കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയും ചൂടാകട്ടെ കേട്ടോ. ചീൻചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എണ്ണ ചൂടാക്കട്ടെ. ചൂടായ എണ്ണയിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കിളികിളികിളി സൗണ്ട് കേൾക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ലേശം മുളക് പൊടി, ഇവിടെ ഇതിൽ ഇരുട്ടാണ് കേട്ടോ. പിന്നെ തീ സിമ്മിലിടണം കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ട് മൂപ്പിക്കാം കേട്ടോ. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ പക്ഷെ ഇവിടെ കറണ്ട് റീച്ച് ചെയ്ത് ഇരുട്ടാണ് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് ക്ലിയർ ആകാത്ത, നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അതിലേക്ക് തൈര് ഒഴിക്കാം കേട്ടോ. അരച്ച് വെച്ചേക്കും തൈര് ഒഴിക്കാം. നമ്മൾ പൊടികളൊക്കെ മൂപ്പിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ തീ സിമ്മിലിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാകണം. അതായത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളയ്ക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോകും, ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊന്ന് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. മോനാട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. നോക്കിയേ, ഉപ്പില്ല. അപ്പോൾ കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പാണ് കേട്ടോ അത്. കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തിളപ്പിക്കരുത്. എന്നിട്ട് ഉപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടാന്ന് നോക്കിയേ, നല്ലതാണോ നോക്കി, ഉപ്പുണ്ടാന്ന് നോക്കിയേ. നോക്ക്, എങ്ങനെയുണ്ട്? ഉപ്പുണ്ടോ? ഓക്കെ. ചൂടായ ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കുന്ന ആവശ്യത്തിന് എണ്ണ കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകട്ടെ. ഇപ്പം കാണുന്നുണ്ട് അല്ലേ? ചൂടായ എണ്ണയിച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില വീണ് പോയി അതിൻ്റെ ഉള്ളിൽ. കടുക് കൂട്ടിയില്ലായിരുന്നു. എണ്ണ നന്നായി ചൂടായ ഇടുമ്പോൾ അപ്പം തന്നെ പൊട്ടു കേട്ടോ. ഓക്കെ. അകത്തേക്ക് തിളച്ചുന്നത്. പിന്നെ അതിലേക്ക് പൊട്ടിക്കഴിഞ്ഞിട്ടില്ല കേട്ടോ. കറിവേപ്പില ഇടുവാണേ. ലേശം സവോള,
ചെറിയ ഉള്ളിയാണ് നല്ലത്, പക്ഷേ എനിക്ക് ചെറിയ ഉള്ളി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി തീർന്ന സിമ്മിലിട്ടിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച് ആ എന്താണ് കുമ്പളങ്ങയിൽ നമ്മൾ മോര് ഒഴിച്ച് വെച്ചിട്ടില്ല, അത് അടുപ്പിലേക്ക് ഒഴിക്കാം കേട്ടോ. മെല്ലെ ഒഴിക്കണം. ഒരു പുകമയോ അല്ലേ, ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും ഒഴിക്കുമ്പോൾ. എനിക്ക് പാചകം വലുതായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ ശേഷമാണ് കുറേശ്ശെ ഞാൻ പാചകം പഠിച്ചത്. മീൻ കറിക്ക് ചോറും വെക്കാൻ ആദ്യമേ അറിയായിരുന്നു, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളിങ്ങനെയൊന്നും ആയിരിക്കില്ലേ ചെയ്യുന്നത്, എന്നാലും ഇങ്ങനെയും ചെയ്ത് നോക്ക്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് അവസാനം ലേശം ഉലുവാപ്പൊടി ഇങ്ങനെ വിതറണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കലക്കണം. അപ്പം മോര് റെഡി കേട്ടോ, റെഡിയായി. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടാൾക്കാർ ടേസ്റ്റ് ചെയ്യാനിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് കുഞ്ഞു പാത്രം കൈ കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. അപ്പൂസ് കാണിച്ചേ, പാത്രം കാണിച്ചേ, ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നല്ലതാണോ, സൂപ്പറാണോ, ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഇഷ്ടപ്പെട്ട സാധനം എങ്ങനെ നക്കി നക്കി തിന്നാ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ശുഭദിനം. എന്താപ്പാ?